ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നിർജ്ജർ എന്നുള്ള കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നിർജ്ജർ അപ്ന സുമധുർ സ്വർ കിസ്കോ സുനാത്ത ഹോഗ. ഇപ്പൊ കവിതയിൽ പറയുന്നുണ്ട് നിർജ്ജർ തന്റെ സുമധുരമായിട്ടുള്ള സ്വരം എന്താണ് ആരെ കേൾപ്പിക്കാനാണ് പോകുന്നത് എന്ന് അദ്ദേഹം കവി ഇങ്ങനെ നിർജ്ജറിനോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളോട് ചോദിക്കുന്നത്. നിർജ്ജർ ഈ സുമധുരമായ ശബ്ദം ആരെ ആയിരിക്കും കേൾപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. निर्झर अपना सुमधुर स्वर अपने अविदित प्रेमी को सुनाता होगा जिसे वह वन वन खोज रहा है എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിർജ്ജർ തന്റെ സുമധുരമായ സ്വരം ആരെയാണ് കേൾപ്പിക്കുന്നത് എന്ന് പറയുന്നത്? അപ്പിനെ അവിദിത് പ്രേമിക്കോ സുനാത്ത ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ അവിദിത് എന്ന് പറഞ്ഞ അൺനോൺ ആയിട്ടുള്ള, അത് ആരാണെന്ന് അറിയില്ല, അപ്പൊ അൺനോൺ ആയിട്ടുള്ള ആ ഒരു പ്രേമി, ആ ഒരു ലവറിനായിരിക്കും ഈ ഒരു സ്വരം കേൾപ്പിക്കുന്നത്. ജിസെ വൻ വൻ ഖോജ് രഹാ ഹെ, ആരെയാണോ നിർജ്ജർ ഓരോ വനത്തിലും ഖോജ് രഹാ ഹെ എന്ന് പറഞ്ഞാല് എന്താണ്? അന്വേഷിക്കുന്നത്. അപ്പോ ആരെ അന്വേഷിച്ചിട്ടാണോ, ഏത് പ്രേമിയെ അന്വേഷിച്ചിട്ടാണോ ഈ നിർജ്ജർ എന്താണ് വിജനമായിട്ടുള്ള ഓരോ വനത്തിലൂടെയും പോകുന്നത്, അതേ അൺനോൺ ആയിട്ടുള്ള ലവറിനെ കേൾപ്പിക്കാൻ തന്നെയായിരിക്കും ഈ സുമധുരമായ സ്വരം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ സുമധുരമായ സൗണ്ട്, ആ ഒരു സ്വരം ഉണ്ടാക്കുന്നത് എന്താണ്? ആ പ്രേമിക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രേമി കോ അവിദിത് കെഹനെ കാ കാരണം ക്യാ ഹെ. അപ്പൊ ഇവിടെ പ്രേമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലവർ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആ ഒരു പ്രേമീനെ അൺനോൺ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നോക്കാം. പ്രേമി കോ അവിദിത് इसलिए कहा गया है क्योंकि निर्झर को नहीं पता कि उसका प्रेमी कौन है और कहाँ है. അപ്പം ഈ പ്രേമി അൺനോൺ ആണ്, ഈ ലവർ ആരാണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിർജ്ജർക്കോ നഹി പത, നിർജ്ജറിന് അറിയില്ല, ആ ഒരു അരുവി, ആ ഒരു സ്ട്രീമിന് അറിയില്ല കി ഉസ്കാ പ്രേമി കോൻ ഹെ, തന്റെ പ്രേമി ആരാണ് എന്ന്, ഓർ കഹാ ഹെ, എവിടെയാണ് എന്നും അറിയില്ല, ആരാണ് എന്നോ എവിടെയാണ് എന്നോ അറിയില്ല ഈ ലവർ. ഫിർ ബി വ ഉസേ ലഗാതാർ ഖോജ് രഹാ ഹെ. ലഗാതാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ആരാണെന്നോ എവിടെയാണെന്നോ അറിയില്ലാത്ത ഒരു പ്രേമിയെയാണ് എന്താണ് ഈ ഝർണ കണ്ടിന്യൂസ് ആയിട്ട് ഖോജ് രഹാ ഹെ, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പ്രേമി അൺനോൺ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ठोकर खाकर भी निर्जर अपनी गति पकड़ता है, यहाँ निर्जर की कौन सी क्षमता प्रकट होती है. ക്ഷമത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ് എന്നാണ്. അപ്പം ठोकर खाकर भी എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലുകളൊക്കെ ആയിട്ട് കൂട്ടിയിടിച്ചിട്ടും നിർജർ അപ്നി ഗതി പകഡ്താ ഹെ, നിർജർ തന്റെ ആ ഒഴുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എന്താണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. യഹാ നിർജർ കി കോൺ സി ക്ഷമത പ്രകട്ട് ഹോത്തി ഹെ, ഈ ഒരു സെന്റൻസിൽ നിന്ന് എന്താണ്, അല്ലെങ്കിൽ ഈ ലൈൻസിൽ നിന്ന് നിർജ്ജറിന്റെ എന്ത് കഴിവ്, എന്ത് പ്രത്യേകതയാണ് പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ നോക്കാം നമുക്ക്. യഹാ നിർജ്ജർ की संघर्ष करने और बाधाओं के बावजूद आगे बढ़ते रहने की क्षमता प्रकट होती है. ഇവിടെ നിർജ്ജറിന് സംഘർഷങ്ങളിലൂടെ കടന്നു പോകാനും അതുപോലെ തന്നെ ബാധാവും കി ബാവജൂദ് എന്ന് വെച്ച് കഴിഞ്ഞാല് തടസ്സങ്ങൾ ഉണ്ടായിട്ടും, ബാവജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും എന്നുള്ള അർത്ഥമാണ്, അതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടും ആകെ ബഡ്ത്തെ രഹനേക്ക്, മുന്നോട്ട് പോകാനായിട്ടുള്ള ക്ഷമത പ്രകട് ഹോത്തി ഹെ, ആ ഒരു കഴിവാണ് ഇവിടെ പ്രകടമാകുന്നത്. അതായത് നിർജ്ജറിന്റെ വഴിയിൽ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അതിന്റെ ഒഴുക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ആ ഒരു ഒഴുക്ക് നിർത്താതെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവാണ് ഇവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. പത്ഥറോ കി ഠോക്കർ സേ ക്ഷൺ ഭർ
रुककर भी वह फिर से अपनी राह पकड़ लेता है. അതെന്താണ്? പത്ഥർ എന്ന് വെച്ചാൽ കല്ല്. അപ്പം ഈ കല്ലുകളിനൊക്കെ ആയിട്ട് കൂട്ടിയിടിച്ചിട്ട് ക്ഷൺബർ റുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് അതിന്റെ ഫ്ലോ ഒന്ന് നിലയ്ക്കുന്നുണ്ട്. റുക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ക്ഷൺഭർ എന്ന് വെച്ചാൽ ഒരു നിമിഷത്തേക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പം കല്ലുകളുമായി കൂട്ടിയിടിക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിന്റെ ഫ്ലോയില് എന്താണ് ഒരു തടസ്സം വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെന്താണ് ഹിർസെ അപ്നി റാഹ് പകഡ് ലേത്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വഴിയിലൂടെ തന്നെ നീങ്ങുന്നു, മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. രാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം തടസ്സങ്ങളൊക്കെ വന്നാലും മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് അതാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. नमूने के अनुसार कविता में आए विशेषण विशेष्य पद समूह चुनकर लिखे. जैसे निर्जन वन. അതായത് താഴെ തന്നിട്ടുള്ള വാക്കില്ലേ, അതൊരു വിശേഷ്യന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ വാക്കുകള് എന്താണ് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. നിർജൻ വൻ എന്നുള്ള പോലത്തെ. ഓക്കെ, അപ്പൊ ഞാനത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാക്കുകൾ എന്നുള്ളത്. നിർജൻ വൻ കഴിഞ്ഞു കഴിഞ്ഞാല് നിർമ്മൽ നിർജർ ഉണ്ട്, ഏകാന്ത് പ്രാന്ത് പ്രാങ്കൺ, സുമധുർ സ്വർ, ഊച്ച സ്ഥാൻ, ലഘു പാഷാൺ, ലഘു ലഹരെ, തരുഗൺ, വിരഹി നിർജർ തുടങ്ങിയവയാണ് ആ വാക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? സഹി മിലാൻ കർക്കെ വാക്യ ബനായി. സഹി മിലാൻ കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പം 3 കോളം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ തമ്മിൽ കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പം കോയി സുന്നെ വാല നെഹി, അതായത് കേൾക്കാനായിട്ട് ആരും ഇല്ല. ഹിർബി നിർജർ എന്നുള്ളതാണ് സെന്ററിലെ കോളത്തിലുള്ളത്. അത് കോമൺ ആണ് എല്ലാ സെന്റൻസിലും. ഓക്കെ, ഹിർബി നിർജർ എന്ന് പറഞ്ഞാല് എന്നിരുന്നാലും അരുവി എന്താണ് ചെയ്യുന്നത്? സുമധുർ സ്വർ സുനാത്ത ഹെ. സുമധുർ സ്വർ സുനാത്ത ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സുമധുരമായ സ്വരം കേൾപ്പിക്കുന്നു. കേൾക്കാനായിട്ട് ആരുമില്ല എന്നുണ്ടെങ്കിലും അരുവി തന്റെ സുമധുരമായിട്ടുള്ള ആ ഒരു എന്താണ് സ്വരം കേൾപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ കോയി ഊച്ച സ്ഥാൻ ത്യാഗ്ന നഹി ചാത്ത, അതായത് ആരും ഉയർന്ന പദവി ത്യജിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ത്യാഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യജിക്കുക, സാക്രിഫൈസ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ആരും ആഗ്രഹിക്കുന്നില്ല. ഫിർബി നിർജർ, എന്നിരുന്നാലും നിർജർ എന്താണ് ചെയ്യുന്നത്? അധ പതൻ കർത്താ ഹെ, താഴോട്ട് ഒഴുകുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, പ്രേമി അവിദിത് ഹെ, ഫിർബി നിർജർ പദ് രജ് കൺ ധോനെ ചൽത്താ ഹെ എന്നുള്ളതാണ് ഫസ്റ്റ് അതായത് തേർഡ് കോളത്തിലെ ഫസ്റ്റ് ഓപ്ഷനായിട്ടാണ് അത് മാച്ച് ചെയ്യേണ്ടത്. അപ്പോ പ്രേമി ആരാണ് എന്ന് അറിയില്ല, എന്നിരുന്നാലും നിർജർ എന്താണ് ചെയ്യുന്നത്? പദ് രജ് കൺ ധോനെ ചൽത്താ ഹെ, ആ പ്രേമിയുടെ കാലിന്റെ അവിടെയുള്ള മണ്ണ് അത് കഴുകാനായിട്ട് അങ്ങോട്ട് ഒഴുകി പോകുന്നു എന്നാണ് പറയുന്നത്. ലഘു പാഷാണു സേ ഠോക്കർ ഖാത്താ ഹെ, ചെറിയ കല്ലുകളുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഫിർബി നിർജർ ആകെ ബഡ്താ ഹെ, ആകെ ബഡ്താ ഹെ അതായത് തേർഡ് കോളത്തിലെ തേർഡ് ഓപ്ഷൻ ആണ്, തേർഡ് റോയിൽ വരുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആകെ ബഡ്താ ഹെ അതായത് ചെറിയ കല്ലുകളുമായിട്ട് കൂട്ടിയിടിക്കുന്നു, എന്നിരുന്നാലും ഈ അരുവി മുന്നോട്ട് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? പ്രേമി की खोज में जाने वाले निर्झर से कवि क्या क्या प्रश्न पूछते हैं, कविता से चुनकर लिखे. അതായത് പ്രേമിയെ അന്വേഷിച്ചു പോകുന്ന നിർജറിനോട് കവി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. കവിത സെ ചുൻകർ ലിഖെ, കവിതയിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് കിസെ സുനാത്തെ സുമധുർ സ്വർ എന്നുള്ളതാണ്. അപ്പം അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കവിതയിൽ നിന്ന് സിലക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്ന ഊച്ച സ്ഥാൻ ത്യാഗ് കർ ക്യോ കർത്തെ ഹോ അധപതൻ, कौन तुम्हारा वह प्रेमी है जिसे खोजते हो वन वन, क्या धोने को चले स्वयं अविदित प्रेमी के पद रजकण, कौन तुम्हें पथ बतलाता है. ഇതൊക്കെയാണ് അദ്ദേഹം എന്താണ് ഈ അരുവിന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നിർജറിന്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, കവിത കി ആസ്വാദൻ ടിപ്പണി തയ്യാർ കരെ എന്നാണ് പറയുന്നത്. ഈ കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക. അപ്പോൾ ആസ്വാദൻ ടിപ്പണിയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം ആസ്വാദൻ ടിപ്പണി എഴുതാനായിട്ട്. അപ്പൊ കവിനെ കുറിച്ചിട്ടുള്ള ഒരു പരിചയം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആശയം കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കിയിരിക്കണം. കവിതയുടെ വിശേഷതകളെ കുറിച്ച് എഴുതണം. പിന്നെ അപ്ന ദൃഷ്ടികോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവിത വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, അതായത് നിങ്ങളുടെ സ്വന്തം രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ വ്യൂ പോയിന്റ്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ആസ്വാദൻ ടിപ്പണി എഴുതാനായിട്ട്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ആസ്വാദൻ टिप्पणीയിലോട്ട് കടക്കാം. आस्वादन टिप्पणी निर्झर राम कुमार वर्मा हिंदी साहित्य के छायावादी युग के महत्वपूर्ण कवि है. രാംകുമാർ വർമ്മ ജി ഹിന്ദി സാഹിത്യത്തിലെ ഈ ഛായാവാദി യുഗിലെ महत्वपूर्ण എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിയായിരുന്നു. इनका जन्म 1905 में सागर मध्य प्रदेश में हुआ था. അദ്ദേഹം 1905 മധ്യപ്രദേശിലെ സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ജനിച്ചത്. അഞ്ജലി, ഹിംഹാസ് और നിഷീദ് ഇൻകി പ്രമുഖ് രചനായേ ഹെ. അഞ്ജലി, ഹിംഹാസ് അതുപോലെ തന്നെ നിഷീദ് തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. കവിത के साथ साथ इन्होंने एकांकी और आलोचना के क्षेत्र में भी महत्वपूर्ण योगदान दिया, जिसके लिए इन्हें पद्म भूषण और देव पुरस्कार से सम्मानित किया गया. അപ്പോ അദ്ദേഹം എന്താണ് കവിത മാത്രമല്ല രചിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ഏകാംഗി എന്ന് പറഞ്ഞാൽ വൺ ആക്ട് പ്ലേ ആണ്. വൺ ആക്ട് പ്ലേസ് രചിച്ചിരുന്നു. പിന്നെ എന്താണ് ആലോചന എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിറ്റിസിസം ചെയ്തിരുന്നു, അതായത് ക്രിട്ടിക്കൽ റൈറ്റിംഗ് ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിലൊക്കെ അദ്ദേഹം महत्वपूर्ण യോഗ്ദാൻ ദിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജിസ്കെ ലിയെ ഇൻഹെ പത്മഭൂഷൺ और देव पुरस्कार से सम्मानित किया गया है. ഇതിനെല്ലാം വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താണ് പത്മഭൂഷൺ അതുപോലെ തന്നെ ദേവ് പുരസ്കാർ തുടങ്ങിയ ആദരവുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 1999 में इनका निधन हुआ. 1990 അദ്ദേഹം അന്തരിച്ചു. निर्झर कविता में कवि ने एक झरने के माध्यम से मानव मन की गहरी भावनाओं को व्यक्त किया है. അപ്പോൾ നിർജർ എന്നുള്ള ഈ ഒരു കവിതയില് കവി എന്താണ് ചെയ്തിട്ടുള്ളത്, ഝർണ ഒരു അരുവി അല്ലെങ്കിൽ ഒരു വാട്ടർഫോളിലൂടെ, കെ മാധ്യംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ എന്നുള്ള അർത്ഥാണ്. മാനവ് മൻ കി ഗഹരി ഭാവനാവോ കോ വ്യക്ത് കിയാ ഹെ. മാനവ് മൻ എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിലെ ഗഹരി ഭാവനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീപ്പായിട്ടുള്ള, ഗഹര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡെപ്ത് ഉള്ള, ആഴമുള്ള എന്നാണ് അർത്ഥം. അപ്പം മനുഷ്യ മനസ്സിന്റെ ആഴത്തിലുള്ള ഭാവന എന്ന് വെച്ചാൽ ഇമോഷൻസിനെ എന്താണ് വ്യക്ത് കിയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യക്തമാക്കിയിട്ടുള്ളത്, പ്രകടമാക്കിയിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഈ ഒരു കവിതയില് നിർജറിലൂടെ ആ ഒരു അരുവി എന്ന മാധ്യമത്തിലൂടെ എന്താണ് മനുഷ്യ മനസ്സിലെ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ആണ് കവി വ്യക്തമാക്കിയിട്ടുള്ളത്. കവിത की शुरुआत में कवि निर्जन वन में बहते एकांत झरने से प्रश्न पूछते हैं कि वह अपना सुमधुर स्वर किसे सुनाता है. അപ്പോ കവിത की शुरुआत में എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയുടെ ആദ്യത്തിൽ, തുടക്കത്തിൽ, शुरुआत എന്ന് വെച്ചാൽ തുടക്കത്തില് എന്താ ചെയ്യുന്നത്, കവി നിർജൻ വൻ മേ ബഹത്തെ, കവി വിജനമായിട്ടുള്ള വനത്തിലൂടെ, ബഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഏകാന്ത് ഝർണേസെ എന്താണ് ഏകാന്തമായിട്ടുള്ള ആ അരുവിയോട്, പ്രശ്ന പൂച്ഛത്തെ ഹെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, कि वह अपना सुमधुर स्वर किसे सुनाता है. എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, തന്റെ സുമധുരമായിട്ടുള്ള സ്വരം ആരെയാണ് കേൾപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ജബ് വഹാ സുൻനെ വാല കോയി നഹി ഹെ, അവിടെ ആണെന്നുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് ആരുമില്ല, പിന്നെ ആരെ കേൾപ്പിക്കാനായിട്ടാണ് ഈ സുമധുരമായ സ്വരം പുറപ്പെടുവിക്കുന്നത് എന്ന് കവി ചോദിക്കുകയാണ് ഝർണയുടെ അടുത്ത് അല്ലെങ്കിൽ നിർജറിന്റെ അടുത്ത്. फिर कवि पूछते हैं कि झरना अपना ऊंचा और सुंदर स्थान छोड़कर नीचे की ओर क्यों बहता चला जाता है. പിന്നീട് കവി ചോദിക്കുന്നത് ഝർണ എന്തിനാണ് തന്റെ ഊഞ്ച സ്ഥാൻ ത്യാഗർ, ഊഞ്ച ഓർ സുന്ദർ സ്ഥാൻ ഛോഡ്കർ അല്ലെങ്കിൽ ത്യാഗർ എന്ന് വെച്ച് കഴിഞ്ഞാല് തന്റെ ആ ഹൈറ്റിലുള്ള, കുറച്ചും കൂടെ ടോപ്പിലുള്ള ആ ഒരു സ്ഥാനം എന്തിനാണ് ഉപേക്ഷിച്ചിട്ട് നീച്ചേക്ക് ഓർ ക്യൂ ബഹത്താ ചലാ ജാത്താ ഹെ, താഴോട്ട്, നീച്ചേക്ക് ഓർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൗൺവേർഡ് ഡിറക്ഷനില്, അപ്പൊ താഴോട്ട് എന്തിനാണ് ഒഴുകുന്നത്,
മുകളിൽ കുറച്ചും കൂടി സുന്ദരമായിട്ടുള്ള കുറച്ചും കൂടി നല്ല ഒരു സ്ഥലമാണല്ലോ, എന്തിനാണ് അത് ത്യജിച്ചിട്ട് താഴോട്ട് ഒഴുകുന്നത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. ഇസ്ക ഉത്തർ കവി സ്വയം ഹി ദേത്തെ ഹെ. എന്നിട്ട് ഇതിന്റെ ആൻസർ എന്താണ്? കവി സ്വയം തന്നെ നൽകുന്നുണ്ട്. झरना अपने किसी अनजान अविदित प्रेमी को खोजने के लिए वन वन भटक रहा है. എന്താണ് കവി പറയുന്ന ആൻസർ? ഈ ഝർന തന്റെ എന്താണ് അൻജാൻ അവിദിത് പ്രേമിക്കോ, അതായത് ആരാണെന്ന് അറിയാത്ത ആ ഒരു പ്രേമിയെ ഖോജ്നെ കെ ലിയെ അന്വേഷിക്കാനായിട്ട് വൻ വൻ ഭട്ടക് രഹാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വനത്തിലൂടെയും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഭട്ടക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞു തിരിയുക. वह प्रेमी कौन है यह झरना भी नहीं जानता. ആ പ്രേമി ആരാണ് എന്നുള്ളത് ഝർണയ്ക്കും അറിയില്ല. फिर भी उसकी खोज में वह निरंतर आगे बढ़ता रहता है. എന്നിരുന്നാലും അതിന്റെ അന്വേഷണത്തിൽ ആ പ്രേമിയെ അന്വേഷിക്കാനായിട്ട് എന്താണ് ഝർണ നിരന്തരമായിട്ട് മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. रास्ते में छोटे छोटे पत्थर उसे ठोकर देते हैं. വഴിയില് ചെറിയ ചെറിയ കല്ലുകളുമായിട്ട് എന്താണ് ഈ ഝർണ കൂട്ടിമുട്ടുന്നുണ്ട്. ക്ഷൺ ഭർ കെ ലിയെ വ കാപ് ബി ഉഠ്താ ഹെ. അങ്ങനെ ഒരു നിമിഷത്തേക്ക് ഈ ഝർണ ആ കല്ലുകളായിട്ട് കൂട്ടിയിടിക്കുന്ന സമയത്ത് എന്താണ് അതിന്റെ ഫ്ലോ തടസ്സപ്പെടുന്നുണ്ട്. ഇവിടെ കാപ് ബി ഉഠ്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറയ്ക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതായത് ആ ഫ്ലോ തടസ്സപ്പെടുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരന്തു എന്താ എന്നിരുന്നാലും फिर तुरंत अपनी गति पकड़कर आगे बढ़ जाता है. പിന്നീട് എന്താണ് ചെയ്യുന്നത്? തുരന്ത് എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ എന്താണ് അപ്നി ഗതി പക്കഡ്കർ തന്റെ ആ നോർമൽ സ്പീഡിൽ തന്നെ ആകെ ബഡ് ജാത്താ ഹെ മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. യഹി ഝർനെ കി സബ്സെ ബഡി വിശേഷത ഹെ. ഇത് തന്നെയാണ് ആ അരുവിയുടെ ഏറ്റവും വലിയ വിശേഷതയും. ബാധാओं से घबराकर रुक जाना नहीं बल्कि उन्हें पार करते हुए अपनी यात्रा जारी रखना. എന്താണ്? ബാധാവും സെ ഘബറാക്കർ റുക് ജാന നഹി. അതായത് തടസ്സങ്ങളെ കണ്ടിട്ട് ഘബറാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ട് വ്യാകുലപ്പെട്ടിട്ട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അങ്ങനെ പേടിച്ചിട്ട് റുക് ജാന നഹി നിൽക്കുകയല്ല ചെയ്യുന്നത്, ബൽക്കി പക്ഷെ അല്ലെങ്കിൽ അതിന് പകരം എന്താണ് ചെയ്യുന്നത്? ഉൻഹെ പാർ കർത്തെ ഹുയെ അപ്നി യാത്ര ജാരി രഖ്ന. അതിനൊക്കെ കടന്നിട്ട്, പാർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പം തടസ്സങ്ങൾ വരുമ്പോ അവിടെ നിന്ന് പോവല്ല, അതിനൊക്കെ മറികടന്നിട്ട് അതിനൊക്കെ ക്രോസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? മുന്നോട്ട് പോകുക. തന്റെ യാത്ര ജാരി രഖ്ന എന്ന് വെച്ച് കഴിഞ്ഞാല് ആ യാത്ര കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. തടസ്സങ്ങളെ ഓവർകം ചെയ്തിട്ട് തന്റെ യാത്ര മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ഝർണയുടെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, इस कविता की सबसे बड़ी खूबी यह है कि कवि ने निर्जीव झरने में മാനവീയ ഭാവനയെ ഭർ ദി ഹെ. ഈ ഒരു കവിതയുടെ ഏറ്റവും വലിയ ഖൂബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? കവി നിർജീവ് ഝർണയമേ, നിർജീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനില്ലാത്ത എന്താണ് ഝർണ, ആ ഒരു സ്ട്രീം, അതില് മാനവീയ ഭാവനയെ ഭർ ദി ഹെ, ഹ്യൂമൻ ഇമോഷൻസ് ഭർ ദി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. झरने को विरही प्रेमी और खोजी के रूप में चित्रित करना मानवीकरण अलंकार का सुंदर उदाहरण है. ഈ ഝർണയെ വിരഹി, പ്രേമി, ഖോജി എന്നൊക്കെയുള്ള രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മാൻവീകരൺ അലങ്കാറിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. മാൻവീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പേഴ്സോണിഫിക്കേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മനുഷ്യരല്ലാത്ത അല്ലെങ്കിൽ ജീവനില്ലാത്ത സാധനങ്ങൾക്ക് എന്താണ് മനുഷ്യരുടേതായ ഇമോഷൻസ് കൊടുത്തിട്ട് രചിക്കുന്ന ഒരു രീതിയെയാണ് പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ മാൻവീകരൺ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഝർണയെ വിരഹി, പ്രേമി, ഖോജി എന്നൊക്കെയുള്ള രൂപത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. भाषा बेहद सरल और प्रवाहमयी है, जिसमें कल कल और छल छल जैसे शब्दों से झरने की ध्वनि और गति दोनों का सजीव चित्रण हुआ है. तो ഭാഷ എന്ന് പറയുന്നത് സരളായിട്ടുള്ള എന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ പ്രവാഹമയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കുള്ള എന്നാണ്, ഫ്ലോ ഉള്ള എന്നാണ് അർത്ഥം. ജിസ്മേ കൽക്കൽ ഓർ ഛൽ ഛൽ ജൈസെ ശബ്ദോ സെ, ഈ ഒരു കവിതയിൽ കൽക്കൽ ഛൽ ഛൽ തുടങ്ങിയ വാക്ക്, ശബ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ വാക്ക് എന്നാണ് അർത്ഥം, വാക്കുകളാൽ ഝർണെ കി ധ്വനി ഓർ ഗതി, ഈ ഝർണയുടെ ധ്വനി എന്ന് വെച്ചാൽ എന്താ? ശബ്ദം. ഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്
ആ ഫ്ലോ അല്ലെങ്കിൽ സ്പീഡ് ദോനോ കാ സജീവ് ചിത്രം ഹുവാ ഹെ. ഇതിന്റെ രണ്ടിനെയും സജീവമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഈ കവിതയുടെ ഭാഷയുടെ പ്രത്യേകതയാണ് ഈ വരികളിൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ പ്രവാഹമയി എന്നൊക്കെ ഉള്ളത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബേഹദ് സരൾ ഹെ എന്ന് എഴുതി അവസാനിപ്പിച്ചാലും മതി കേട്ടോ. പ്രവാഹമയി എഴുതണം എന്നില്ല, അത് കുറച്ച് എല്ലാവർക്കും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല. പക്ഷെ ആസ്വാദൻ ടിപ്പണിന്റെ ഒരു ഫോർമാറ്റിന്റെ ഭാഗമായിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ട് തരുന്നു എന്നേ ഉള്ളൂ. ओके, पूरी कविता में जिज्ञासा जगाने वाले प्रश्नों का बार बार प्रयोग हुआ है जो पाठकों के मन में उत्सुकता बनाए रखते हैं और कविता को रोचक बनाते हैं. അതായത് ഈ കവിതയിൽ ഉടനീളം ജിജ്ഞാസ ഉണർത്തുന്ന, ജഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർത്തുക. അപ്പം ജിജ്ഞാസ ജഗാനെ വാലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജ്ഞാസ ഉണർത്തുന്ന പ്രശ്നോക്ക ക്വസ്റ്റ്യൻസിന്റെ ബാർ ബാർ പ്രयोग हुआ है. ബാർ ബാർ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം എന്താണ് അത്തരം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട് കവിതയിലുടനീളം. ആളുകളിൽ റീഡേഴ്സിൽ ജിജ്ഞാസ ഉണർത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കവിതയിൽ. ജോ പാഠക്കെ മൻമേ, അത് എന്താണ് ഈ കവിത വായിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉത്സുക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്യൂരിയോസിറ്റി, ബനായി രക്തേ ഹെ എന്താണ് ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ഓർ കവിതക്കോ റോചക് ബനാത്തെ ഹെ, അങ്ങനെ കവിതയെ റോചകാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നു എന്നാണ് പറയുന്നത്. യ കവിത കേവൽ ഝർനെ കി കഹാനി നഹി ബൽക്കി ജീവൻ കാ എക് ഗഹരാ സന്ദേശ് ഭി ദേതാ ഹെ. ഈ ഒരു കവിത എന്താണ് കേവലം ഝർണയുടെ ഒരു കഥയല്ല പറയുന്നത്, ബൽക്കി ജീവൻ കാ എക് ഗഹരാ സന്ദേശ് ഭി ദേതാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറിച്ച് ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിലെ വളരെ ഡീപ്പായിട്ടുള്ള, ഗഹര എന്ന് പറഞ്ഞാൽ എന്താണ് ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സന്ദേശം കൂടിയാണ് പകർന്നു നൽകുന്നത്. യ ഹമേ സിഖാത്തി ഹെ കി ജീവൻ മേ ലക്ഷ്യ കബി കബി അസ്പഷ്ട യ അഞ്ജാന ഹോത്താ ഹെ. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്, ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കബി കബി അസ്പഷ്ട യ അഞ്ജാന ഹോത്താ ഹെ. നമ്മളുടെ ലക്ഷ്യം ചില സമയത്തൊക്കെ പലപ്പോഴും എന്താണ് അസ്പഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പഷ്ടമായിരിക്കില്ല, ക്ലിയർ ആയിരിക്കണം എന്നില്ല. അഞ്ജാന ഹോത്താ ഹെ പലപ്പോഴും അൺനോൺ ആയിരിക്കും, അത് നമുക്ക് അറിയില്ല. ഫിർ ഭി ഉസ്കി തലാഷ് കർന और बाधाओं के बावजूद निरंतर आगे बढ़ते रहना ही सच्चे संघर्ष की पहचान है. അപ്പം അതെന്താണ് എന്ന് അറിഞ്ഞില്ല എങ്കിൽ കൂടിയും നിരന്തരമായിട്ട് അതിന്റെ തലാഷ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കുക, അതുപോലെ തന്നെ വഴിയിൽ വരുന്ന ബാധാവുക്ക് ബാവജു തടസ്സങ്ങൾ ഉണ്ടായാലും, വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടായാലും നിരന്തർ ആകെ ബഡ്തേ രഹന, നിരന്തരം എന്താണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സച്ചേ സംഘർഷ് കി പെഹചാൻ ഹെ. എന്താണ് യഥാർത്ഥ സ്ട്രഗിൾ അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നതിന്റെ പെഹചാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. निर्झर की तरह हमें भी ठोकरें खाकर रुकना नहीं बल्कि फिर से उठकर अपनी राह पर चलते रहना चाहिए. निर्झर की तरह എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർജറിനെ പോലെ തന്നെ ഹമേ ഭി നമ്മളും ഠോക്കരെ ഖാക്കർ റുക്ന നഹി ചാഹിയെ എന്താണ് ഇങ്ങനെ വഴിയിൽ ഓരോ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നിൽക്കുകയല്ല വേണ്ടത്, ബൽക്കി फिर से उठकर अपनी राह पर चलते रहना चाहिए. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും എഴുന്നേറ്റിട്ട്, ഫിർ സെ ഉട്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എഴുന്നേറ്റിട്ട്, അപ്നി രാഹ് പർ തന്റെ വഴിയിൽ ചലത്തെ രഹന ചാഹിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. യഹി ഇസ് കവിത കി സബ്സെ സുന്ദർ ഓർ പ്രേരക് സീഖ് ഹെ. ഇത് തന്നെയാണ് ഈ കവിതയുടെ ഏറ്റവും സുന്ദരവും അതുപോലെ തന്നെ പ്രേരകവുമായിട്ടുള്ള എന്താണ് സീഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഠം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആസ്വാദൻ ടിപ്പണിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ആസ്വാദൻ ടിപ്പണി കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അസൈൻമെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള പ്രകൃതിയുമായി സംബന്ധിച്ചിട്ടുള്ള ഛായാവാദി കവിതകൾ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ തൽക്കാലം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.